പിന്നെ പുതിയതായിട്ട് ഈ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യണവരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമം ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ നിർത്തിയതായിരുന്നു, എന്നിട്ട് തിരിച്ചു വന്ന് നേടിയെടുത്തതാണ് ഈ വിജയം. അപ്പോൾ അത് വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും, വിശ്വാസം ഉണ്ടായാൽ മതി. ഹായ്, ഞാൻ ടോംസി, സ്ഥലം തൃശ്ശൂരാണ്. ഈ അടുത്ത് വന്ന IBPS ക്ലർക്കിൻ്റെ എക്സാം എനിക്ക് ക്വാളിഫൈ ആവാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. തൃശ്ശൂർ തന്നെയുള്ള തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. 2020 ഞാൻ പാസ് ഔട്ട് ആവണേ. അപ്പോൾ ഈ കൊറോണ പാൻഡമിക്കിൻ്റെ സമയത്ത് പാസ് ഔട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് തൃശ്ശൂർ തന്നെയുള്ള മറ്റൊരു ബാങ്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് ക്വാളിഫൈ ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് ഫീൽ വന്നു തുടങ്ങി. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, അതോ ഞാൻ വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ആക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് കുറേ നെഗറ്റീവ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതിനോടൊപ്പം തന്നെ പഠിത്തം കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വർക്ക് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 മണി മുതൽ 11 മണി വരെയായിരുന്നു ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യും, ബാക്കി ഫ്രീ കിട്ടുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യും, റിവൈസ് ചെയ്യും, പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ആ സമയത്തുള്ള പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു എക്സാം പാസ്സാവണേ. അത് കഴിഞ്ഞ വർഷത്തെ IBPS POൻ്റെ എക്സാം ആയിരുന്നു. അതിൻ്റെ പ്രിലിംസും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. എങ്കിലും എനിക്കതിൻ്റെ മെയിൻസ് അത്ര അധികം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആ സമയത്ത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. എങ്ങനെയാണ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ടഫ്നെസ് എങ്ങനെയാണെന്നും എനിക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു മെയിൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കൈവിട്ട് പോകരുത്, അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു നല്ലൊരു ബാങ്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ICDയിൽ എത്തിപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ 2023 ഏപ്രിൽ ബാച്ചിലാണ് ഞാൻ ICDയിൽ ജോയിൻ ചെയ്യണത്. എനിക്കിവിടെ വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം ഐഡിയ ഉണ്ടായിരുന്നു. ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം പ്രിലിംസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സ്പീഡാണ്. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം നമുക്ക് എക്സാമിന് കിട്ടുള്ളൂ ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും അത് ക്രാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ടൈമുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് തൊട്ടിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഉപകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ കുറേ ഷോർട്ട് കട്ട് മെത്തേഡുകളും കുറേ കൺസെപ്റ്റുകളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് പഴയ മെത്തേഡും ഇവിടുത്തെ പുതിയതായിട്ട് കിട്ടിയുള്ള മെത്തേഡുകളും ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാമ്പിൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് വളരെ ഉപകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ICDനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാൻ വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും ലൈബ്രറി ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു സംശയമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫാക്കൽറ്റിയുടെ ആണെന്നുണ്ടെങ്കിലും പെരുമാറ്റമാണ്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ സബ്ജക്റ്റ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് QA ആണെന്നുണ്ടെങ്കിലും റീസണിങ്ങിനാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിലും വളരെ നല്ല ഫാക്കൽറ്റിയാണുള്ളത്. QA നമുക്കുള്ളത് രമേശ് സാറ്, ഷമീം സാറ്, പിന്നെ അനുശ്രീ മിസ്സാണ്. അതിൽ രമേശ് സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഒരു ക്വസ്റ്റ്യന് തന്നെ നമുക്ക് പല മെത്തേഡുകൾ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഏറ്റവും മനസ്സിലാവണ മെത്തേഡ്, വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷമീം സാറാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ് വരുന്ന സമയത്ത് ആദ്യം നമുക്കൊരു സിംപ്ലിഫിക്കേഷനെ മെറ്റീരിയൽ തന്നിട്ടാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ നമുക്കൊരു വാമപ്പ് പോലെയാണത്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് വർക്ക് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ടത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അനുശ്രീ മിസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുശ്രീ മിസ്സ് അത്യാവശ്യം യൂണീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്ന് തരിക. അതിപ്പോൾ DI ആണെന്നുണ്ടെങ്കിലും ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്ന് തരിക. നമുക്ക് റീസണിങ്ങിനാണെന്നുണ്ടെങ്കിലും ശ്രീരാജ് സാറും അഷിത മിസ്സുമാണ് ഉള്ളത്. അവർ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന മെറ്റീരിയൽ തന്നെ അത്യാവശ്യം മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്ന് തരിക. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവരും ക്ലാസ്സിലൊന്നും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ഒരു പുതുമയൊന്നും തോന്നില്ല റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റി
ആർ കെ സാറും ദിവ്യ മിസ്സാണ് നമുക്ക് ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിട്ടുള്ളത്. അവരെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ റൂൾസ് ആണെന്നുണ്ടെങ്കിലും വൊക്കാബ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ അവരെടുത്ത് തരും. നമുക്ക് വേറെ പുതിയ വാക്കുകൾ തേടി പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അവർ ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം കൂടുതൽ വാക്കുകൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ജെ കെ സാറാണെന്നുണ്ടെങ്കിലും വീക്കിലി ജി എയുടെ ക്വിസും ജി എ ക്ലാസ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ പ്രിപ്പറേഷന് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ് ആണ്. അപ്പോൾ ഈ എക്സാമിന് തന്നെ എനിക്ക് റീസണിങ്ങിനാണ് അത്യാവശ്യം മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയിരുന്നത് ക്യു എയിലും അതേപോലെ തന്നെ ജി എയിലും ആയിരുന്നു. അപ്പോൾ ക്യു എ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന ഹൈ ലെവൽ മെറ്റീരിയൽസ് നോക്കി പഠിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഓരോ സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെക്ഷണൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിൽ നമ്മൾ ചെയ്ത് പഠിക്കുമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സാം ടൈമിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ജി എയുടെ മെറ്റീരിയൽ കിട്ടുമായിരുന്നു. ഈ എക്സാമിന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ജെ കെ സാറ് പ്രിപ്പയർ ചെയ്യണ മെറ്റീരിയലാണ്. അത് വളരെ യൂസ്ഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുനിന്ന് കിട്ടും. പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ചെറിയ ബാങ്കിങ് അവയർനെസ്സിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. പിന്നെ പുതിയതായിട്ട് ഈ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യണവരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമം ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ നിർത്തിയതായിരുന്നു, എന്നിട്ട് തിരിച്ചു വന്ന് നേടിയെടുത്തതാണ് ഈ വിജയം. അപ്പോൾ അത് വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും. വിശ്വാസം ഉണ്ടായാൽ മതി. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് പേരുടെ അടുത്ത് നന്ദി പറയാനുണ്ട്. ആദ്യം തന്നെ എനിക്ക് എൻ്റെ ഫാമിലിയുടെ അടുത്താണ് നന്ദി പറയാനുള്ളത്. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും എൻ്റെ അടുത്ത് നീ പോയി പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു വിജയം കിട്ടിയിട്ടുള്ളതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള എൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കൾ തന്നെയാണ്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ എനിക്ക് ഇവിടുന്ന് കിട്ടി. അതേപോലെ തന്നെ അവരുടെ അടുത്ത് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നത് എൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കളാണ്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള കുറേ സുഹൃത്തുക്കളിൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഇത്രയും നന്നായി പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന ജെ കെ സാറിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. താങ്ക് യു.